സെയ്ഫ് സൈനുലാബ്ദീൻ കൂടുതൽ വിവരങ്ങളുമായി. സഭയിൽ എന്താണ് ഇന്ന് ഈ വിഷയത്തിൽ നടന്നത് സെയ്ഫ്? റബ്ബറിന്റെ താങ്ങൽ വില 300 രൂപയാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇടപെടണം എന്നുള്ളതാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പ്രതിപക്ഷത്തിൽ നിന്ന് മോൻസ് ജോസഫ് എം എൽ എ ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ചത്. അതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയാണ് കൃഷിമന്ത്രിയായ പി പ്രസാദ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് കേന്ദ്രത്തോട് ഇത് ആവശ്യപ്പെട്ടിരുന്നു. 170 രൂപയാണ് നിലവിൽ താങ്ങുവില, അത് 250 രൂപയാക്കണം എന്ന ആവശ്യം കേന്ദ്രത്തിന് മുന്നിലേക്ക് വെച്ചതാണ്. പക്ഷേ കേന്ദ്രം അനുകൂലമായി ഇതിനോട് പ്രതികരിച്ചില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി പ്രതിപക്ഷം കൂടെ നിൽക്കണം എന്ന ആവശ്യം ആദ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പിന്നെയാണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് മോൻസ് ജോസഫ് എം എൽ എ സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് റബ്ബറിൻ്റെ താങ്ങുവില വിലസ്ഥിരത ഫണ്ട് അത് 150 രൂപയാക്കി ഉയർത്തിയിരുന്നു. അത് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെയാണ്. അതുപോലെ തന്നെ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്ത് 250 രൂപയാക്കും എന്ന വാഗ്ദാനം അത് കേന്ദ്രത്തിൻ്റെ സഹായമില്ലാതെ തന്നെ 250 രൂപയാക്കി മാറ്റാൻ സംസ്ഥാന സർക്കാർ ഇടപെടണം. അതിനുശേഷം കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തി കാര്യങ്ങൾ നേടിയെടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മന്ത്രി പിന്നീട് വിശദമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ശേഷം ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നതാണ് നല്ലത്. അതിന് പ്രതിപക്ഷത്തിൻ്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ 30,000 ഹെക്ടർ റബ്ബർ തോട്ടത്തിൽ റീപ്ലാന്റേഷൻ നടത്താൻ വേണ്ടി 225 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് ബജറ്റിന് പുറത്താണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് ഏപ്രിൽ മാസം മുതൽ അത് വിതരണം ചെയ്ത് തുടങ്ങും. സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ എല്ലാ ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് നേടിയെടുക്കാൻ ആവശ്യമായ ഇടപെടലുകൾക്കും പ്രതിപക്ഷത്തിൻ്റെ സഹായം വീണ്ടും അഭ്യർത്ഥിച്ചു. മന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. പിന്നീട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും. പക്ഷേ നിങ്ങൾ വാഗ്ദാനം ചെയ്ത പോലെ 250 രൂപയാക്കി മാറ്റണം. റബ്ബർ കർഷകർ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. അതിന് അനുകൂലമായി പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ കർഷകരുടെ സ്ഥിതി അത് മോശമായി മാറും. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂല നിലപാടുണ്ടാകണം എന്ന അഭ്യർത്ഥന പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചു. എന്തായാലും സഭയിൽ വാക്കൗട്ടാണ് പ്രതിപക്ഷം ഒടുവിൽ നടന്നത്. ശരി.